കാടിനുള്ളിൽ നിന്നും ആദിവാസി രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വാഹന വാടക നൽകുന്ന പദ്ധതി മുടങ്ങി. ആദിവാസികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ കുടിശ്ശിക തുക കിട്ടാത്തതുകൊണ്ട് സേവനം മതിയാക്കി. 40,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത്. മലപ്പുറം, വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വനവാസികളായ ആദിവാസികൾ ഇതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാകാതെ വലിയ ചികിത്സാ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാണാം ന്യൂസ് മലയാളം The Biggest. ഒരാഴ്ച മുമ്പാണ് നിലമ്പൂർ മൂത്തേടം ഉച്ചകുളങ്ങൂരിലെ യുവതി വീട്ടിൽ പ്രസവിച്ചത്. രാത്രിയിൽ പ്രസവവേദന അനുഭവപ്പെട്ട ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വിളിച്ചെങ്കിലും ആരും വരാൻ തയ്യാറായില്ല. ആദിവാസി രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് ITDP-യാണ് വാഹനങ്ങൾക്ക് വാടക നൽകേണ്ടത്. പണമില്ല എന്നാണ് ഇപ്പോൾ വകുപ്പിന്റെ മറുപടി. ഇത് ഓട്ടോ ഡ്രൈവർ ഷാഫിക്ക് കിട്ടാനുള്ളത് കഴിഞ്ഞ 1 വർഷമായി രോഗികളെ ഊരുകളിൽ നിന്ന് ആശുപത്രികളിൽ എത്തിക്കാൻ ഓടിയതിനുള്ള വണ്ടി വാടക 90,000 രൂപ. എനിക്ക് ഏകദേശം ഒരു വർഷത്തിന് ഒരു 90,000 റുപ്യോളം കിട്ടാണ്ട്. ഇതുപോലെ എത്ര പേർക്ക് ഇങ്ങനെ കിട്ടാൻ? ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു 5-8 ഡ്രൈവർമാർ ഇപ്പോൾ ഓടുന്നുണ്ട്. കുറേ ഡ്രൈവർമാരിപ്പോൾ പൈസ കിട്ടായിട്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പഴയ പോലെ ഓട്ടത്തിന് പോകാറില്ല? ആണ് ഇതിന് എണ്ണടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ അത്യാവശ്യം സീരിയസ് കേസുകളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂർ മേഖലയിലെ ആദിവാസി ഊരുകളിൽ നിന്ന് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ 30-ലധികം ഓട്ടോറിക്ഷകൾ സേവനം നടത്തിയിരുന്നതാണ്. പണം മുടങ്ങിയതോടെ ഇപ്പോഴുള്ളത് 5 പേർ മാത്രം. അതും പണം കിട്ടിയിട്ടല്ല, മനുഷ്യത്വം കരുതി മാത്രം. ആംബുലൻസുകൾക്കും ഭീമമായ തുക നൽകാനുണ്ട്. അവരും ആദിവാസി രോഗികളെ കൈയൊഴിഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രി, മഞ്ചേരി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കാണ് രോഗികളുമായി പതിവായി പോകേണ്ടത്. പാവം ഓട്ടോറിക്ഷക്കാർ നമുക്കറിയാം, അവർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനമാണ്. അവർ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ്. അപ്പോൾ അവർ ഓടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. വനമേഖലയിലെ വന്യമൃഗശല്യം പോലും വകവയ്ക്കാതെയാണ് ഓട്ടോ തൊഴിലാളികൾ ആദിവാസി ഊരുകളിൽ എത്തിയിരുന്നത്. എന്നാൽ സർക്കാർ അതിനൊന്നും ഒരു പരിഗണനയും നൽകിയില്ല. ഇത് നിലമ്പൂരിലെ മാത്രം സ്ഥിതിയല്ല. വയനാട്, ഇടുക്കി, പത്തനംതിട്ട അടക്കം ആദിവാസി മേഖലകളിലെല്ലാം സ്ഥിതി സമാനം തന്നെ. ഊരുകളിലെ കിടപ്പ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സമരമല്ലാതെ വേറെ വഴിയില്ല എന്നതായതോടെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി ഐക്യവേദി. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.